الحمد لله بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا وحبيبنا وقائدنا ومعلمنا نبيك محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد، واتقوا الله إن الله خبير بما تعملون. وأقم الصلاة طرفي النهار وزلفا من الليل، إن الحسنات يذهبن السيئات، ذلك ذكرى للذاكرين. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും തഖ്വ നേടിയെടുക്കാനുള്ള ജീവിതത്തിലെ അസുലഭമായ സന്ദർഭങ്ങളിലൊന്നായ വിശുദ്ധ റമദാനിലേക്ക് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടെ എത്തിച്ചേരാനും ആ മാസത്തിലെ ആരാധനാനുഷ്ഠാനങ്ങൾ വഴി തഖ്വ എന്ന ലക്ഷ്യം നേടിയെടുക്കാനും അതുവഴി അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ സൽഫലങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
സഹീഹായ ഹദീസിൽ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റളിയല്ലാഹു അൻഹു ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു: കുന്തു മഅ സൽമാൻ അൽ ഫാരിസി തഹ്ത ഷജറത്തിൻ. ഞാൻ സൽമാൻ ഫാരിസിയോടൊപ്പം ഒരിക്കൽ ഒരു മരച്ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. ഫഅഖദ മിൻഹാ ഉസ്നൻ യാബിസൻ. അപ്പോൾ അദ്ദേഹം ആ മരത്തിലെ ഉണങ്ങിയ ഒരു കൊമ്പ് പിടിച്ചു. ഫഹസ്സഹു ഹത്താ തഹാത്ത വറഖഹു. എന്നിട്ട് അദ്ദേഹം അത് പിടിച്ചിട്ട് കുലുക്കി അതിലെ ഇലകളൊക്കെ, ഉണങ്ങി നിന്നിരുന്ന ഇലകളൊക്കെ താഴെ വീഴുന്നത് വരെ. ഖാല അമാ തസ്അലുനി ലിമ അഫ്അലു ഹാദാ. അങ്ങനെ ചെയ്തിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ഉസ്മാൻ അൻ-നഹ്ദിയോട് ചോദിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് നീ എന്നോട് ചോദിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ലിമ ഫഅൽതഹു, എന്തിനാ ഈ അങ്ങനെ ചെയ്തത്? ഖാല, അപ്പൊ സൽമാൻ പറഞ്ഞു, ഹക്കദാ ഫഅല ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ ഒരിക്കൽ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ ഞാൻ റസൂലിനോടൊപ്പമായിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന വേളയിൽ റസൂൽ അതിന്റെ ഉണങ്ങിയ ചില്ലകളിൽ ഒന്ന് പിടിച്ചു കുലുക്കുകയും, സൽമാനെ, ഞാൻ എന്തിനാണ് ഇത് കുലുക്കിയത് എന്ന് നീ എന്നോട് ചോദിക്കുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാനത് ചോദിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ഇദാ തവദ്ദഅ ഫഅഹ്സനൽ വുദൂ. ഒരു മുസ്ലിം വുദൂവെടുക്കുകയും ആ വുദൂ ഇഹ്സാനോടുകൂടി, പൂർണ്ണതയോടുകൂടി ചെയ്യുകയും ചെയ്താൽ, വസല്ലൽ ഖംസ, എന്നിട്ട് 5 വഖ്ത് നമസ്കാരവും അത് പ്രകാരം ചെയ്താൽ, തഹാത്തത് ദുനൂബുഹു കമാ തഹാത്ത ഹാദിൽ വറഖ. ഈ മരച്ചില്ലയിൽ നിന്ന് ഉണങ്ങിയ അതിന്റെ ഇലകൾ പിടിച്ചു കുലുക്കിയപ്പോൾ താഴെ വീഴുന്നതുപോലെ നമസ്കാരം വഴി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള തെറ്റുകൾ, പാപങ്ങൾ താഴെ വീണ് ഇല്ലാതാകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്ത്, വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, പകലുകളുടെ രണ്ടറ്റങ്ങളിലും രാവിന്റെ വിവിധ ഭാഗങ്ങളിലും നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമസ്കാരമാകുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ, നിങ്ങളുടെ പാപങ്ങളെ ഇല്ലാതാക്കി കളയും. ദാലിക ദിക്റാ ലിദ്ദാക്കിരീൻ. പാഠം ഉൾക്കൊള്ളുന്നവർക്ക്, അല്ലാഹുവിനെ സ്മരിക്കുന്നവർക്ക് ഇത് വലിയ ഒരു ഉത്ബോധനമാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള മറ്റൊരു വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലക്കൻ യുനാദി ഇൻദ കുല്ലി സ്വലാത്തിൻ. എല്ലാ നമസ്കാരത്തിന്റെ സമയങ്ങളിലും നമസ്കാരവേളകളിലും ഇപ്രകാരം വിളിച്ചു പറയാൻ അള്ളാഹു ചുമതലയേൽപ്പിച്ച ഒരു മലക്കുണ്ട്. എല്ലാ നമസ്കാരത്തിന്റെയും സമയമാകുന്നതോടുകൂടി, ബാങ്ക് വിളിക്കപ്പെടുന്നതോടുകൂടി ആകാശലോകത്തു നിന്ന് ഇങ്ങനെ വിളിച്ചു പറയാൻ ചുമതലപ്പെടുത്ത ഒരു മലക്കുണ്ട്. അയാൾ വിളിച്ചു പറയുന്നത് ഇതാണ്, യാ ബനി ആദം
ആദം സന്തതികളെ അഥവാ മനുഷ്യരെ, ഖൂമൂ ഇലാ നീറാനിക്കുമുല്ലതി ഔഖത്തുമൂഹ അലാ അൻഫുസിക്കും, നിങ്ങൾക്ക് മേൽ തന്നെ നിങ്ങൾ കത്തിച്ചു വെച്ചിട്ടുള്ള തീ, ആ തീയിലേക്ക് നിങ്ങൾ എണീറ്റു വരിക. ഫഅത്ഫിഊഹാ ബിസ്സലാ, എന്നിട്ട് ആ തീയെ നിങ്ങൾ നമസ്കാരം കൊണ്ട് കെടുത്തിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ ദിനേനയുള്ള നിങ്ങളുടെ സമയങ്ങൾ കടന്നു പോകുമ്പോൾ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി തന്നെ അഗ്നി ഒരുക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി തന്നെ നരകം പണിയുകയായിരുന്നു. കഴിഞ്ഞ ഒരു നമസ്കാരം മുതൽ ഈ നമസ്കാരത്തിന്റെ സമയമാകുന്നതിനിടക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ചിതകൾ, ആ ചിതകളെ കെടുത്തിക്കളയാൻ നമസ്കാരത്തിലേക്ക് എണീറ്റു വരുവിൻ. നമസ്കാരം വഴി നിങ്ങളുടെ നരകം കെടുത്തിക്കളയുവിൻ എന്നാണ് ആ മാലാഖ വിളിച്ചു പറയുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത്. കുറച്ചുകൂടി വിശദമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് തഹ്തരിഖൂൻ, നിങ്ങൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഫഇദാ സല്ലൈതുമുസ് സുബ്ഹ ഫഇദാ സല്ലൈതുമുൽ ഫജ്റ ഗസലത്ഹാ. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ പാപങ്ങൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട് സ്വയം കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ സുബ്ഹ് നമസ്കരിച്ചാൽ അതുവഴി ആ കരിഞ്ഞതിനെയൊക്കെ ആ സുബ്ഹ് നമസ്കാരം കഴുകിക്കളയും. സുമ്മ തഹ്തരിഖൂന, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിലെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ വീണ്ടും അങ്ങനെ കത്തിയെരിയും, കത്തിക്കരിഞ്ഞു പോകും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഫൈദാ സല്ലൈതുമുൽ ളുഹ്റ ഗസലത്ഹാ, അങ്ങനെ നിങ്ങൾ ളുഹ്ർ നമസ്കരിക്കുന്നതോടുകൂടി ആ ളുഹ്ർ നമസ്കാരം നിങ്ങളുടെ ആ കരിഞ്ഞതിനെയും ആ വെണ്ണീറായതിനെയും ഒക്കെ കഴുകിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിക്കും. ഇങ്ങനെ ഓരോ നമസ്കാരത്തെക്കുറിച്ചും വീണ്ടും നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കും, കരിഞ്ഞുകൊണ്ടിരിക്കും. അസർ വരും, അത് ആ കരിഞ്ഞതിനെ കഴുകിക്കളയും. വീണ്ടും അത് സംഭവിക്കും. മഗ്രിബ് വരും, ഇശ വരും. ഇതോരോന്നും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരുക്കുന്ന ചിതകളെ, ആ ചിതകളിലെ അഗ്നിയെ, ആ അഗ്നി വഴി ഉണ്ടാകുന്ന കരിഞ്ഞുപോകലിനെ ഒക്കെ ശുശ്രൂഷിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ നമസ്കാരം നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടിയുള്ളതാണ് നമസ്കാരം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആരാധനകളുടെ ഒരു സീസണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വിശുദ്ധ റമദാനോട് നമ്മൾ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. ആ റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ സമയത്താണ് നമ്മൾ ഉള്ളത്. മുന്നൊരുക്കങ്ങൾ നടക്കണം. റമദാനിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കും വിധമുള്ള ആസൂത്രണങ്ങൾ, പദ്ധതികൾ നമുക്ക് ഉണ്ടാവണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ, ആ പ്ലാനും പദ്ധതിയും ഉണ്ടായി അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ മാത്രമാണ് വരാനിരിക്കുന്ന ഒരു റമദാൻ മാസം നമുക്ക് ഗുണകരമാവുകയും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ അത് നമുക്ക് അനുകൂലമായ സാക്ഷിയായി മാറുകയും അത് അനുകൂലമായ ഹുജ്ജത്തായി മാറുകയും അത് നമുക്ക് നരകത്തിൽ നിന്നുള്ള പരിചയായി മാറുകയും അത് നമുക്ക് സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന് പറയുന്ന വാതിൽ തുറന്നു തരുന്ന നമ്മളുടെ സവിശേഷമായ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായും ഒക്കെ മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ അതേ റമദാൻ നമുക്കെതിരായ സാക്ഷിയായി, നമുക്കെതിരായ ഹുജ്ജത്തായി, നമ്മളെ നരകത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഒരു അപകടകരമായ സമയവും സന്ദർഭവുമായി മാറും. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഒരു കാര്യം വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ വളരെ കൃത്യമായ പ്ലാൻ ഉണ്ടാവുക, വളരെ കൃത്യമായ ആസൂത്രണങ്ങൾ ഉണ്ടാവുക,
വളരെ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈമാനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സന്ദർഭത്തിൽ. അതോടൊപ്പം പരലോകബോധം, അതുവഴി ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഇത് വെറുതെയുള്ള ഒരു ജീവിതമല്ല. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ. നമ്മളിപ്പോ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ വെറുതെ ഇവിടെ അങ്ങോട്ട് ജീവിച്ചോട്ടെ കുറച്ചു കാലം, ആസ്വദിച്ചോട്ടെ കുറച്ചു കാലം എന്ന് കരുതി വെറുതെ പടച്ചതുപോലെ, അത് വിചാരിച്ചതുപോലെ ആണ് നമ്മുടെ ജീവിതം. ഒരു ലക്കും ലഗാനും ഇല്ലാതെ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ, കാര്യമായ വിചാരങ്ങളോ ചിന്തയോ ഇല്ലാതെ, താൽക്കാലികമായ ഭ്രമങ്ങളിൽ, താൽക്കാലികമായ താല്പര്യങ്ങളിൽ, താൽക്കാലികമായ ആസ്വാദനങ്ങളിൽ കെട്ടിപ്പണഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. ജീവിതത്തിൽ ഇപ്രകാരം കടന്നു വരുന്ന വളരെ ചുരുങ്ങിയ സീരിയസ് ആയ സന്ദർഭങ്ങളെ പോലും അതിന്റെ ഒരു സീരിയസ്നെസ്സിൽ, അതിന്റെ ഒരു ഗൗരവത്തിൽ അതിനെ ഉൾക്കൊള്ളാനോ അതിനെ സമീപിക്കാനോ കഴിയാത്ത വിധം നമ്മെ ഭൗതിക ഭ്രമം ബാധിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ഒരു അനുഭവമാണ്. ഒന്ന് മാറി ആലോചിക്കേണ്ടുന്ന, ഒന്ന് മൂഡ് ചേഞ്ച് ചെയ്യേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് ആദ്യം എന്നെയും എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ മുഴുവനും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് നന്നായി ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന, ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന, ചില ദൃഢനിശ്ചയങ്ങൾക്ക് മുതിരേണ്ടുന്ന ഏറ്റവും അവസാനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉള്ളത്. ഷഅബാനിന്റെ വളരെ പ്രധാനപ്പെട്ട കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 വെള്ളിയാഴ്ചകൾ മറിഞ്ഞു പോകുന്നതോടുകൂടി നമ്മൾ പെട്ടെന്ന് വിശുദ്ധ റമദാനിലേക്ക് എടുത്തെറിയപ്പെടും എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഉമ്മഹാത്തുൽ ഇബാദാത്തിന്റെ ഒരു സീസണിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എല്ലാ ഇബാദത്തുകളും കുമിഞ്ഞുകൂടുന്ന, അതിനൊക്കെ പ്രാധാന്യം ലഭിക്കുന്ന, അതിനൊക്കെ വളരെ ഗൗരവം കിട്ടുന്ന, അതൊക്കെ അനുഷ്ഠിക്കുന്നതിന് വലിയ പുണ്യവും പ്രതിഫലവും സാധാരണ നിർവഹിക്കുന്നതിനേക്കാൾ കിട്ടുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ അതിപ്രധാനമായ ആരാധനകൾ, അത് ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പുറത്ത് ആ ഉമ്മഹാത്തുൽ ഇബാദാത്തിന് വിപരീതമായി ഉമ്മഹാത്തുൽ ഖബായിസ്, തിന്മകളുടെ മാതാക്കൾ, ആരാധനകളുടെ മാതാക്കൾ എന്നുള്ള നിലക്ക് ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ, അതിൽ ഹജ്ജ് ഈ സമയത്തിലില്ല. പക്ഷേ ഹജ്ജിനുള്ള മുന്നൊരുക്കത്തിന്റെ ഒരു മാസം കൂടിയാണ് റമദാനും അത് കഴിഞ്ഞാൽ ശവ്വാലും ഒക്കെ. ഉംറ വലിയ പ്രാധാന്യമുള്ള, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഉംറക്ക് അവസരമുള്ള സന്ദർഭമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ നിലക്ക് എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ സവിശേഷമായ ഒരു സന്ദർഭം. മറുഭാഗത്ത് ആ ആരാധനകളൊക്കെ അതിന്റെ പൂർണ്ണമായ ചൈതന്യത്തോടുകൂടി നിർവഹിച്ച് പുണ്യം നേടിയെടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഖബായിസുകൾ, വൃത്തികേടുകൾ, തിന്മകൾ, ആ തിന്മകളുടെ മാതാക്കൾ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില തിന്മകളുണ്ട്. ഉമ്മുൽ ഖബായിസ് എന്ന് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഖംറിനെയാണ്, മദ്യത്തെയാണ് ഉമ്മുൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താറുള്ളത്. അപ്പോ മദ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തി കളയുകയും കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണാനുള്ള ശേഷി മനുഷ്യന് നഷ്ടപ്പെടുത്തിക്കളയുകയും ചെയ്യും എന്നതാണ്. എന്നിട്ടവൻ പറയുന്നത് നാക്ക് പടക്കും, പറയുന്നത് വൃത്തികേടായിരിക്കും, പറയുന്നത് ബോധമില്ലാതെയായിരിക്കും, പറയുന്നതിൽ ഒരു സദാചാര ബോധവും ഒരു മര്യാദയും ഉണ്ടാവുകയില്ല, ചെയ്യുന്നതിന് ഒരു ലക്കും ലഗാനും ബെല്ലും ബ്രേക്കും ഉണ്ടാവുകയില്ല. അപ്പൊ കള്ളു കുടിച്ചിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അപകടകരമായ കാര്യമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്യം ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ പലതരം അഡിക്ഷനുകളിലാണ്. പരിസരബോധം നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ ഗൗരവപ്പെട്ട സമയത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്
ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധം നഷ്ടപ്പെടുത്തി നമ്മൾ പലതിന്റെയും അഡിക്റ്റഡ് ആയിപ്പോയ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വെള്ളമടിച്ചാണെങ്കിലും അല്ലെങ്കിലും വെള്ളമടിച്ചതിന്റെ ദുരന്തം വിതക്കുന്ന വിധത്തിലുള്ള അഡിക്ഷനുകൾ, ആ അഡിക്ഷനുകളെ സൂക്ഷിക്കുക എന്നത് തഖ്വയുടെ പ്രാഥമികമായ കാര്യമാണ്. തഖ്വ നേടിയെടുക്കാനാണ് റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ, തഖ്വയാണ് റമദാനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ, ചില പ്രധാനപ്പെട്ട അഡിക്ഷനുകളിൽ നിന്ന് മാറി നിൽക്കാൻ. അത് പലർക്കും പലതായിരിക്കും, ആരും അതിൽ നിന്ന് മുക്തരായിരിക്കുകയില്ല. ചിലർക്ക് പരസ്യമായി മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള പല തെറ്റുകൾ എന്ന് ഉറപ്പിച്ച് പറയാവുന്നതും, അതല്ലെങ്കിൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ അധികമായതുകൊണ്ട് വിഷമായി മാറിയ അഡിക്ഷനുകൾ ഉള്ളതുണ്ട്. നമ്മുടെ സ്ക്രീൻ ടൈമിനുള്ള, സ്ക്രീനുകളോടുള്ള നമ്മുടെ അഡിക്ഷൻ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മഹാത്തുൽ ഇബാദാത്തിനൊക്കെ മുടക്കി കളയുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനുകളാണ്. സ്മാർട്ട് ഫോണുകളുടെ, അത് സമാനമായ ഗാഡ്ജറ്റുകളുടെ ഒക്കെ അഡിക്ഷൻ ആണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒന്ന് മുക്തമാവാൻ, ഒന്ന് റിലാക്സ്ഡ് ആവാൻ, ഒന്ന് തഫറുഖാവാൻ, ഇബാദത്തുകളിലേക്ക് ഒന്ന് മുഴുകാൻ ഉള്ള സന്നദ്ധതയുണ്ടാവുക, അതിന് മാനസികമായി ഒരുങ്ങി വരിക എന്നത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് റമദാനിനെ ഫലപ്രദമായി ആ വിഷയത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതില് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് തുടങ്ങണം. നമസ്കാരത്തിന്റെ ചിട്ടയിലും വ്യവസ്ഥയിലും, നമസ്കാരം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതനുസരിച്ച് മനുഷ്യന് ചിട്ടയും വ്യവസ്ഥയും സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രാപ്തിയും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്തൊക്കെ പറഞ്ഞു എന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കാൻ, അതിനുള്ള സ്കില്ലുകൾ നമുക്ക് സ്വായത്തമാക്കാൻ ഉള്ള അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒന്നാണ്. അതിന്റെ ഒരു പ്രൈം ഇന്റൻഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് സാധ്യമാകേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകനാഥനായ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നതാണ്. നമസ്കാരം അതിനുള്ളതാണ്. ഇബാദത്തുകൾ, ആരാധനകളെല്ലാം അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കീപ്പ് ചെയ്യാനുള്ളതാണ്, അത് ദൃഢമാക്കാനുള്ളതാണ്. ഈ അഖില ലോകങ്ങളുടെയും നായകനും നിയന്താവുമായ അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ വിട്ടിട്ടുള്ള കളി കളിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ് യഥാർത്ഥത്തിൽ. എല്ലാം അവന്റെ കയ്യിലാണെന്നിരിക്കെ ഈ ദുനിയാവിന്റെ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ, വിജയപരാജയങ്ങൾ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ ഏകനായ അള്ളാഹുവാണെന്നിരിക്കെ ആ അള്ളാഹുവുമായിട്ട് അറ്റാച്ച്ഡായി, കണക്റ്റഡായി നിൽക്കുന്നതിന് പകരം അവനെ മറന്നു പോവുക, അവനെ മറന്ന് നിലവിട്ട് കളിക്കുക എന്ന് പറയുന്നത് അപകടകരമായ കളിയാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള സമയം അള്ളാഹ്ക്ക് കൊടുക്കുക. അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആവശ്യമായ ആരാധനകളെ ആ സമയം പൂർണ്ണമായിട്ടും അതിനനുവദിച്ച് സമയബന്ധിതമായി വളരെ കൃത്യമായി നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനാകർമ്മം. നമസ്കാരത്തോടുള്ള സമീപനങ്ങളിൽ പല രീതികൾ ഉള്ള മുസ്ലിങ്ങൾ ഉണ്ടാകും, തീരെ നമസ്കരിക്കാത്തവർ തന്നെ ഉണ്ടാകും. ആ നമസ്കരിക്കാതിരിക്കുന്നതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതം ഈ പരീക്ഷണഘട്ടത്തിന്, ഭൂമിയിലെ പരീക്ഷണഘട്ടത്തിന് ശേഷം യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മനുഷ്യന്റെ ഗതി നിർണയിക്കപ്പെടുന്ന സന്ദർഭത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ ഒരു കൂട്ടം ആളുകൾ മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പെട്ടുപോയത്, നിങ്ങളെ നരകത്തിൽ കടത്തിയത് എന്താണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ മറുപടിയിൽ ഒന്നാമത്തെ കാര്യം ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെയും നമസ്കാരത്തെ പോലെ വിശ്വാസികൾക്കുണ്ടാകേണ്ടുന്ന ഗുണവിശേഷങ്ങൾ വിശദീകരിക്കുന്ന ഖുർആനിലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളെയൊക്കെ കണക്ട് ചെയ്താൽ യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും, ഒരു വിശ്വാസിയുടെ എല്ലാ ഗുണങ്ങളും തുടങ്ങുന്നത്. അതില്ലാതെ, അതിനെ ചാടിക്കടന്ന്, അത് കൃത്യമാകാതെ ഒരു നന്മയും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല എന്നതാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജയിക്കുന്ന വിശ്വാസികളുടെ മുഅ്മിനുകളുടെ ഗുണവിശേഷങ്ങൾ സൂറത്തുൽ മുഅ്മിനീന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ എണ്ണി പറയുന്നു. അതിൽ ഒന്നാമത്തെ ഗുണം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നതാണ്. നമസ്കാരത്തിലുള്ള ഭയഭക്തി, അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ ക്ലിയറായി അതിനെ തുടർന്നുണ്ടാകുന്നതാണ് ഒരു വിശ്വാസിക്ക് സ്വായത്തമാകുന്നതാണ് ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ. അങ്ങനെ അള്ളാഹുവുമായിട്ട് കണക്റ്റഡായ ഭയഭക്തി ബഹുമാനത്തോടെ അള്ളാഹുവുമായിട്ട് കണക്ഷൻ കിട്ടിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ ലഘുവുകളിൽ നിന്ന് ലഘുവുകളെ അവഗണിക്കുന്നവരായിരിക്കും. അനാവശ്യമായ കാര്യങ്ങൾ, ജീവിതത്തിൽ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങൾ, ഉപദ്രവകരമല്ല എന്ന് പോകട്ടെ, ജീവിതത്തിൽ ഉപകാരമില്ലാത്ത സമയം വെറുതെ സമയം ചെലവഴിക്കേണ്ടി വരുന്ന, വെറുതെ സമ്പത്ത് പാഴാക്കേണ്ടി വരുന്ന, പ്രത്യേകിച്ച് ഒരു ഉപകാരവും കിട്ടാത്ത, മറിച്ച് ഉപദ്രവമേൽപ്പിക്കുന്ന ലഘുവുകളിൽ നിന്ന് അവർ മുക്തരായിരിക്കും. അത് നമസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് കിട്ടുന്ന ഒരു കണക്ഷനിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നമ്മൾ പലതിലും ആ കണക്ഷൻ വിടുന്നതിനനുസരിച്ച് ഭൂമിയുടെ അധമത്വത്തോട് ചേർന്ന പലതിനോടും നമ്മൾ ഒട്ടിച്ചേർന്നു പോകും, നമ്മൾ അതിന്റെ അടിമകളായി മാറും, അങ്ങനെ അധപ്പതിച്ചു പോകും എന്നത് വിശുദ്ധ ഖുർആൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ നമസ്കാരം നന്നാക്കുന്നതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു ഖുതുബയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഞാൻ ഒരു സൂചന നൽകുകയാണ്. നമ്മൾ ആദ്യം ഒരാഴ്ചക്കാലം ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന ഒരാഴ്ചക്കാലം വളരെ ശ്രമകരമായി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ നമസ്കാരത്തെ സമയബന്ധിതമാക്കുകയും അതിനെ ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഒരു ആഴ്ചക്കാലം നമ്മൾ വളരെ ഗൗരവത്തിൽ ചെലവഴിക്കണം. അടുത്ത ഒരു വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് നമ്മൾ ഇന്ന് ജുമുഅക്ക് പള്ളിയിലേക്ക് നമസ്കാരം നിർവഹിക്കാൻ വന്നതുപോലെയല്ല വരുന്നത് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം. ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടണം. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അങ്ങനെ അനുഭവിക്കാൻ അടുത്തൊരു വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് നമുക്ക് സാധ്യമാവുമെങ്കിൽ അത് അള്ളാഹു നമുക്ക് ഹിദായത്തിന്റെ ഒരു വലിയ വിശാലമായ ലോകം തുറന്നു തരുന്നതിന്റെ, അല്ലെങ്കിൽ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് പുണ്യങ്ങളുടെ ഒരു പൂക്കാലത്തെ, നന്മകളുടെ ഒരു വസന്തകാലത്തെ തുറന്നു തരുന്നതിന്റെ ആദ്യ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പള്ളി, നമസ്കാര സ്ഥലം, അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അവിടെ സൂക്ഷിക്കേണ്ടുന്ന അച്ചടക്കങ്ങൾ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയിൽ ഞാൻ എപ്പോഴാണ്, ഏത് കാലത്താണ് ഞാൻ നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്നത് ഓരോരുത്തരും ആലോചിക്കും. എല്ലാവരുടെയും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ഭംഗിയിൽ ആസ്വദിച്ച് നമസ്കാരം നിർവഹിച്ച ഒരു കാലം മുമ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് നമ്മൾ പിറകോട്ട് പോവുകയാണ് ചെയ്തത് എന്നതായിരിക്കും ചിലരുടെ അനുഭവം. വേറെ ചിലരുടേത് നമസ്കാരത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ, അതിന്റെ നിർവഹണത്തിൽ ശ്രദ്ധിക്കാതെ, അതിന്റെ ഒരു ആത്മാവിൽ ശ്രദ്ധിക്കാതെ ഒരു കടമ പോലെ നമസ്കാരം നിർവഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായി ഞാൻ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വാദ്യകരമായും ഏറ്റവും ഹരത്തിലും ഒരു നല്ല ആത്മാവിലും നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന ആളുകളും ഉണ്ടാകും. ഇത് രണ്ടുമല്ലാത്ത വിലയിരുത്തൽ ഉണ്ടെങ്കിൽ അത് വലിയ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമസ്കാരത്തെ ആസ്വദിച്ച് നിർവഹിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ, പക്ഷെ ഇനിയും നമുക്കുണ്ടാക്കാം. അപ്പോ ഏറ്റവും നല്ല നിലക്ക് നമ്മൾ നമസ്കാരം നിർവഹിച്ചിരുന്ന ഒരു കാലം, ആ കാലത്തേക്കെങ്കിലും നമ്മുടെ മാനസികമായ ആത്മീയമായ ഒരു അന്തരീക്ഷത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം, അതിനെന്തൊക്കെ ചെയ്യണമോ ആ ചെയ്യണം. എന്തൊക്കെ ചെയ്യണമെന്ന് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ബാങ്ക് വിളിക്കുന്നത് മുതൽ ഉള്ള ഒരു മുന്നൊരുക്കം, പള്ളിയോടുള്ള നമ്മുടെ ഒരു സമീപനം, പള്ളി എന്ന് പറയുന്ന ഇടത്തിന്റെ ഒരു ഹുർമത്ത്, അവിടേക്ക് എങ്ങനെയൊക്കെ വരാം എങ്ങനെയൊക്കെ വരാൻ പാടില്ല എന്ന കാര്യത്തിൽ ഹറാമിന്റെയും വാജിബിന്റെയും മാത്രം പരിധികളല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് അവിടെ അഭികാമ്യമല്ലാത്ത ചില പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൂടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ ഔറത്ത് മറച്ച് ഡ്രസ്സ് ചെയ്ത് ഒരാൾ വന്ന് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം ശരിയാണ് എന്നതാണ് വിധി.
അതേസമയത്ത് ആ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ഔറത്ത് മറക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ തന്നെ പുലർത്തേണ്ടുന്ന ചില മാന്യതകൾ സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതനുസരിച്ച് അവർ അവരുടെ തൊഴിലിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റിടപാടുകൾക്ക്, രാത്രി കടന്നുറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന, ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും അണിഞ്ഞ് അള്ളാന്റെ മുമ്പിലേക്ക് വരുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ വരുമായിരുന്നില്ല. ഒരാളെ വന്ന് ഓടിപ്പാഞ്ഞു വന്ന് നമസ്കാരത്തിന് സമയം അങ്ങനെ വന്ന് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവൂല എന്ന് ചോദിച്ചാൽ ശരിയാവുമെന്നാണ്. പക്ഷെ നമസ്കാരത്തെ അതിന്റെ ഒരു ആത്മീയതയിൽ, അതിന്റെ ഒരു ചൈതന്യത്തിൽ നിർവഹിക്കുന്നിടത്ത് അത്തരം കാര്യങ്ങൾ പ്രധാനമാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുക എന്നതിനെ കുറിച്ചല്ല പറയുന്നത്. സ്ഥിരം അത് കെയർലെസ് ആയി അതൊക്കെ അങ്ങനെ മതി, നിസ്കരിക്കുക എന്നതാണ് പ്രധാനം എന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പറയുന്ന നമസ്കാരത്തിന്റെ ഒരു ഹരവും ആവേശവും ആത്മീയതയും ലഭ്യമാവുകയില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഉമ്മഹാത്തുൽ ഇബാദാത്തിന്റെ ഒരു സീക്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്നുള്ള നിലക്ക് നമ്മുടെ നമസ്കാരത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിക്കൊണ്ടുവരാൻ റമദാനിന് മുമ്പ് അവശേഷിക്കുന്ന ശഅബാനിലെ ദിനരാത്രികളിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ നമസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുങ്ങിയാൽ അത് വരാനിരിക്കുന്ന റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള നമ്മുടെ ഒരു ശേഷിയിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് ആദ്യം എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ എത്തിച്ചേരാനും ആ റമദാനിനെ ആരാധനാ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുമുള്ള എല്ലാ തൗഫീഖും നമുക്ക് പ്രിയപ്പെട്ടവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശുദ്ധ റമദാനിന് വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സമയമാണ്. തഖ്വയെ ലക്ഷ്യം വെച്ച് നമ്മൾ നീങ്ങുകയാണ്. ബോധപൂർവം തന്നെ ജീവിതത്തിൽ തഖ്വ പുലർത്താൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൽ വീടൊരുക്കം, അതേപോലെ തന്നെ നനച്ചുകുളികൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതേസമയത്ത് നമ്മുടെ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയാണ്. അപ്പോ പള്ളി റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലതരത്തിലും നമ്മുടെ പള്ളികളുടെ റിനോവേഷൻ, അതേപോലെ തന്നെ പള്ളികളുടെ ഒരു വിപുലീകരണം, പള്ളിയുടെ ആവശ്യമായ സൗകര്യങ്ങളുടെ വർധനവ്, ഇതൊക്കെ മിക്കവാറും റമദാനോട് അടുപ്പിച്ചാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പള്ളിയും ആ നിലക്ക് റമദാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് കൂടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില പണികൾ നമ്മുടെ പള്ളിയുടെ ഭാഗമായി നടക്കുകയാണ്. ഒരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. AC ഫിറ്റ് ചെയ്യാനുള്ള പണികളടക്കം പള്ളി മൊത്തത്തിൽ പെയിന്റ് അടിക്കുന്ന പണികൾ പുറംഭാഗമൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ഉൾഭാഗത്തെ പണികൾ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു. ഇങ്ങനെ പള്ളിയെ ഒന്ന് സജ്ജീകരിക്കുക, അള്ളാന്റെ വീടിനെ ഒന്ന് ആരാധനകൾക്ക് വേണ്ടി സുഗമമായി നമുക്ക് വളരെ ഹൃദ്യമായി ആരാധനകൾ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ സജ്ജീകരിക്കുക എന്ന ഒരു പണിയിലാണ് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉള്ളത്. നിങ്ങളുമായി അവർ ബന്ധപ്പെടുന്നുണ്ടാകും. പള്ളിക്ക് വേണ്ടിയുള്ള സംഭാവനകൾ, പള്ളിക്ക് വേണ്ടിയുള്ള ധർമ്മങ്ങൾ, ദാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു സംശയവുമില്ലാത്ത വിധം പ്യുവറായി അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന ഒരു ദാനധർമ്മം എന്ന് പൂർണ്ണ സംതൃപ്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കാവുന്ന കാര്യമാണ് പള്ളിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും. പള്ളിയുടെ അത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ചിലരെ ചുമതലപ്പെടുത്തുന്നു. അവർ പ്രതിഫലം വാങ്ങാതെ, കൂലി വാങ്ങാതെ അള്ളാഹുവിന്റെ വജ്ഹ കാംക്ഷിച്ചുകൊണ്ട് ആ പണികൾ നിർവഹിക്കുന്നു, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അതേസമയത്ത് അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് പിന്തുണ
നൽകുകയും ചെയ്യുക. ഈ കാര്യങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇതിന്റെ സാമ്പത്തിക ചെലവുകളുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാവരും വിശുദ്ധ റമദാനിന്റെ ഒരു പുണ്യത്തെ ഒക്കെ നിയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാന്റെ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം എന്നുള്ള നിലക്കൊക്കെ കണ്ടുകൊണ്ട് ഈ സംരംഭങ്ങളുമായി ഈ ഇപ്പോൾ നടക്കുന്ന പണികൾ, അതിന്റെ സാമ്പത്തിക ചെലവ്, അതിനുള്ള ധനസമാഹരണവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യമായി സഹകരിക്കണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴിയൊക്കെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാന വമഅവാഹും റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا بارك لنا فيما بقي من شعبان وبلغنا شهر رمضان اللهم بلغنا شهر رمضان اللهم وفقنا فيه للصيام والقيام وصالح الأعمال ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.